പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് LDC ലെവലുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് A വിഭാഗത്തിന് യോജിച്ചവ B വിഭാഗത്തിൽ നിന്നും കണ്ടെത്തി ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ഉത്തരം കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. വൈകുണ്ഠസ്വാമികൾ, സമത്വ സമാജം, അയ്യങ്കാളി, സാധുജന പരിപാലന യോഗം, വാഗ്ഭടാനന്ദൻ, ആത്മവിദ്യാ സംഘം, BT ഭട്ടതിരിപ്പാട്, യോഗക്ഷേമ സഭ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആറ്റിങ്ങൽ കലാപം. തേഭാഗ സമരം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ബംഗാൾ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കന്മാർ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സിദ്ധു കാനു. ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ അന്ത്യവിധി എന്ന കലാസൃഷ്ടി ആരുടേത്? ആൻസർ ഓപ്ഷൻ എ ആണ്, മൈക്കിൾ ഏഞ്ചലോ. ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, രാമചന്ദ്ര ഗുഹ. ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദികളെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായത് തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ എ ആണ്, ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്നതാണ് ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദികളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, സൈലന്റ് വാലി, ബണ്ടിപ്പൂർ, മുതുമലൈ എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, നീലഗിരി. മഞ്ഞു തിന്നുന്നവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശിക വാതകം ഏതാണ്? ഇത് PSC ഡിലീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അവസാദ ശിലകൾ. ജൂമിംഗ് കൃഷിരീതി ചെയ്തു വരുന്ന മോൻപ, മിഷ്മി, നാഗ, ഗിരിവർഗ വിഭാഗം കണ്ടുവരുന്ന ഹിമാലയൻ ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ജോഷിമഠ് അടുത്ത കാലത്ത് വളരെ വാർത്താ പ്രാധാന്യം നേടിയ സ്ഥലമാണ്. ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഉത്തരാഖണ്ഡ്. താഴെ തന്നിരിക്കുന്നവ ചേരുംപടി ചേർക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. സെയ്ദ് വിളയിൽ ഉൾപ്പെടുന്നതാണ് പഴം. റാബി വിളയിൽ ഉൾപ്പെടുന്നത് ഗോതമ്പ്. ഒറൈസ സറ്റൈവ നെല്ലിന്റെ ശാസ്ത്രീയ നാമമാണ്. 2023-24 ഇന്ത്യൻ ബജറ്റിൽ അമൃതകാലം എന്ന പേരിൽ 7 മുൻഗണനകൾ നൽകുന്നു. അതിൽ പെടാത്തത് ഇവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വിവരാവകാശം. ഉൾപ്പെടുന്നവയാണ് ഹരിത വളർച്ച, യുവശക്തി, അടിസ്ഥാന വികസനവും നിക്ഷേപവും ഉൾപ്പെടുന്നവയാണ്. നീതി ആയോഗിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, തന്നിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പ്രസ്താവനകൾ നോക്കാം. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനം. നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. 2015 ജനുവരി 1 നിലവിൽ വന്നു. നീതി ആയോഗിന്റെ ആസ്ഥാനം ഡൽഹിയാണ്. എല്ലാ പ്രസ്താവനകളും നീതി ആയോഗിനെ സംബന്ധിച്ച് ശരിയാണ്. ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയിൽ താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അടിസ്ഥാന സൗകര്യ വികസനം പദ്ധതിക്ക് വേണ്ടി മാത്രമുള്ളത്. ബാക്കി ഓപ്ഷൻ എല്ലാം അതുമായി ബന്ധപ്പെട്ടതാണ്. 2020 മെയ് 12 പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ GDPയുടെ 10% വരുന്ന പദ്ധതിയാണ്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലം, ഇത് മൂന്നുമാണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയുമായി ഉൾപ്പെടുന്നത്. താഴെ തന്നിരിക്കുന്നവ ചേരുംപടി ചേർക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. GST ബിൽ നിലവിൽ വന്നത് 2017 ജൂലൈ 1. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് 1950 മാർച്ച് 15.
ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം 2005 ഓഗസ്റ്റ് 23. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ 1-നാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നബാർഡുമായി ബന്ധമല്ലാത്തത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1980 ജൂലൈ 12-ന് സ്ഥാപിതമായി. ഇതാണ് നബാർഡുമായി ബന്ധമില്ലാത്തത്. ബന്ധമുള്ളവയാണ് കാർഷിക വികസനവും ഗ്രാമീണ വികസനവും. ആസ്ഥാനം മുംബൈയാണ്. ശിവരാമൻ കമ്മിറ്റി. ഈ 3 പോയിന്റും ശരിയാണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത സവിശേഷതകളിൽ പെടാത്തത് ഏവ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉമാണ് ഉൾപ്പെടാത്തത്. നീതിന്യായ പുനഃപരിശോധനയും അവശിഷ്ട അധികാരവുമാണ് ബ്രിട്ടനിൽ നിന്നും കടമെടുത്തതിൽ നിന്ന് ഉൾപ്പെടാത്തത്. ബ്രിട്ടനിൽ നിന്നും കടമെടുത്തവയിൽ ഉൾപ്പെടുന്നത് നിയമവാഴ്ചയെന്ന ആശയവും പാർലമെന്ററി സമ്പ്രദായവുമാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉത്തരവുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 4 മാത്രം. ഇന്ത്യൻ ഭരണഘടന 5 തരം ഉത്തരവുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അതുമാത്രമാണ് ശരിയായ പ്രസ്താവന. മാർഗനിർദ്ദേശ തത്വങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്ത ആശയം അഥവാ ആശയങ്ങൾ ഏവ? ആൻസർ ഓപ്ഷൻ എ ആണ്. 2 മാത്രം. മതസ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക എന്നതാണ് മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തവ. എന്നാൽ അതിൽ ഉൾപ്പെടുന്നവയാണ് അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, വിഭവങ്ങളുടെ തുല്യ വിതരണം, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നിവ. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A-യിൽ പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ പെടാത്തത് ഏവ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 3 മാത്രം. അതിൽ ഉൾപ്പെടുന്നത് വായിക്കാം. സ്ത്രീകളുടെയും കുട്ടികളുടെയും അന്തസ്സിനും ആഭിജാത്യത്തിനും കളങ്കം വരുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടാതിരിക്കുക, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക, രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നിവ ഭാഗം 4A-യിൽ പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 3ഉം 4ഉം. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ ഉൾപ്പെടുന്നവ: ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല എങ്കിൽ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയായി നിയമിക്കാം. മന്ത്രിസഭയുടെ തീരുമാനം പുനഃപരിശോധനയ്ക്കായി രാഷ്ട്രപതിക്ക് തിരിച്ച് അയക്കാം. ഇത് രണ്ടും ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടുന്നവയാണ്. ഭരണഘടനയുടെ 7-ാം പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവശിഷ്ട അധികാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 4ഉം. സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങൾക്ക് ഉദാഹരണമാണ്. ഈ ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ ഭരണഘടനയിൽ നിന്നുമാണ്. അവശിഷ്ട അധികാരത്തിൽ നിന്നും നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഗവൺമെന്റിനാണ്. ഈ 3 പോയിന്റാണ് അവശിഷ്ട അധികാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 1979 സ്ഥാപിതമായി. കേരള ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ്. ആസ്ഥാനം തിരുവനന്തപുരം പൂജപ്പുരയാണ്. ശ്രീമതി ജയഡാളി MV ചെയർപേഴ്സണാണ്. ഈ 4 പോയിന്റും കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. 4ാമത്തേതാണ് തെറ്റായിട്ടുള്ള ജോഡി. ശരിയായിട്ടുള്ള ജോഡികൾ നോക്കാം. ആശാഭവൻ മാനസികാരോഗ്യം ഭേദമായവരുടെ പുനരധിവാസം ലക്ഷ്യം. മഴവില്ല് ട്രാൻസ്ജെൻഡർ സമൂഹത്തിനു വേണ്ടിയുള്ള സമഗ്ര പദ്ധതി. പരിരക്ഷാ പദ്ധതി ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായുള്ള പദ്ധതി. ഇത് 3ഉം ശരിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ശരിയായ വകുപ്പ് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2. വകുപ്പ് 312 രാജ്യസഭയുടെ പ്രത്യേക അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു വകുപ്പാണ് ശരിയായിട്ടുള്ളത്. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. തന്നിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 1996 AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആദ്യത്തെ കമ്മീഷൻ രൂപീകരിച്ചു.
ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയായിരുന്നു. ഇപ്പോഴത്തെ അധ്യക്ഷ ശ്രീമതി പി സതീദേവിയാണ്. ജസ്റ്റിസ് ഡി ശ്രീദേവി കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട്. ഈ 4 പോയിന്റും ശരിയായിട്ടുള്ളവയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2007 നിലവിൽ വന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 3-ാമത്തേതാണ് തെറ്റായിട്ടുള്ള ജോഡി. ശരിയായിട്ടുള്ള ജോഡി നോക്കാം. ആങ് സാങ് സൂകി ഭയത്തിൽ നിന്നുള്ള മോചനം, നെൽസൺ മണ്ടേല സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര, സൽമാൻ റുഷ്ദി സാത്താന്റെ വചനങ്ങൾ. ഇത് 3-മാണ് ശരിയായിട്ടുള്ള ജോഡി. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 3 മാത്രം. ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ് എന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുമായി തന്നിട്ടുള്ളതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന. വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ജീവകം കെ. പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അസ്ഥിരോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓസ്റ്റിയോപൊറോസിസ്. നട്ടെല്ലിലെ അറ്റ്ലസ്, ആക്സിസ് എന്നീ കശേരുകൾക്ക് ഇടയിലായി കാണപ്പെടുന്ന സന്ധി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. കീലസന്ധി. ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ആൽഫ വൈറസ്. വംശനാശം സംഭവിച്ച ഹോമിനിനുകളുടെയും മനുഷ്യ പരിണാമത്തിന്റെയും ജനിതക ഘടന സംബന്ധിച്ച പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. സ്വാന്റോ പാബോ. സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ദിവ കേരളം. ഒരു വസ്തുവിന്റെ ചലനത്തിൽ ഘർഷണബലം ചെയ്യുന്ന പ്രവൃത്തി താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. നെഗറ്റീവ്. ഭൂമിയിൽ നിന്നും ഒരു വസ്തുവിന് നൽകേണ്ട പലായന പ്രവേഗം താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതൊക്കെയാവും ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം മാത്രം. ഭൂമിയുടെ മാസും ഭൂമിയുടെ ആരവും. 3/2 അപവർത്തനാങ്കമുള്ള ഒരു കോൺവെക്സ് ലെൻസിന് വായുവിൽ 20 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുണ്ടെങ്കിൽ 4/3 അപവർത്തനാങ്കമുള്ള ജലത്തിൽ എത്ര ഫോക്കസ് ദൂരമുണ്ടായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 80 സെന്റിമീറ്റർ. 2022 നവംബറിൽ EOS-06 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിച്ച PSLV റോക്കറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. PSLV-C-54. താഴെ പറയുന്നവയിൽ ലൂയിസ് സിദ്ധാന്ത പ്രകാരം ആസിഡായി പരിഗണിക്കുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. AlCl3. പൂരിത ലായനി അല്ലാത്തവയിൽ ഭിന്നാത്മക മിശ്രിതം എന്ന ഗണത്തിൽ വരുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. കഞ്ഞിവെള്ളം. നിത്യേന ആസിഡിക സ്വഭാവമുള്ളതും ആൽക്കലി സ്വഭാവമുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാറുണ്ടെങ്കിലും രക്തത്തിന്റെ pH സ്ഥിരമായി നിൽക്കാൻ കാരണം രക്തം ഒരു ഡാഷ് ലായനിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബഫർ. അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഉപയോഗിച്ച മൂലകത്തിന്റെ ജ്വലന ഫലമായുണ്ടാകുന്ന ഊർജം ഭാവിയിലേക്കുള്ള ഇന്ധനമായി കണക്കാക്കപ്പെടുന്നു. പ്രസ്തുത മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഹൈഡ്രജൻ. മലയാളത്തിന്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആട്ടക്കഥ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. നളചരിതം. M. മുകുന്ദന് വയലാർ സാഹിത്യ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. കേശവന്റെ വിലാപങ്ങൾ. കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1930. 2018 ലോകകപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഭുവനേശ്വർ.
കേരളത്തിലെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ എന്നീ സംവിധാനങ്ങളുടെ ഏകീകരണം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഖാദർ കമ്മിറ്റി. അടുത്തത് ഇംഗ്ലീഷ് ഭാഗത്തു നിന്നുണ്ടായിരുന്ന ചോദ്യങ്ങളാണ്. ദ ഡാഷ് പാർട്ട് ഓഫ് ദ നോവൽ ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ആൻസർ ഓപ്ഷൻ എ ആണ് ലേറ്റർ. ദ ലേറ്റർ പാർട്ട് ഓഫ് ദ നോവൽ ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ലേറ്ററിന് ഡബിൾ ടി ഉണ്ട്, LATTER. ദ എക്സ്പാൻഡഡ് ഫോം ഓഫ് CEO ഈസ്. ആൻസർ ഓപ്ഷൻ സി ആണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. നോബഡി എൻജോയ്ഡ് ദ മൂവി, ഡാഷ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഡിഡ് ദേ. ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് സൈക്കോ ഫാൻസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അറ്റ് ആൻ ആംസ് ലെങ്ത്. ദ വീക്ക് ക്രെപ്റ്റ് അലോങ് ഡാഷ് സ്ലോലി ഡാഷ് എ സ്നെയിൽ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആസ്. അപ്പോൾ സെന്റൻസ് വായിക്കുമ്പോൾ ദ വീക്ക് ക്രെപ്റ്റ് അലോങ് ആസ് സ്ലോലി ആസ് എ സ്നെയിൽ. പിക്ക് ഔട്ട് ദ റോങ് സെന്റൻസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് ദ മാനേജർ വിത്ത് ഓൾ ഹിസ് സ്റ്റാഫ് ആർ അറ്റൻഡിങ് ദ ഫംഗ്ഷൻ. അതാണ് തെറ്റായിട്ടുള്ള സെന്റൻസ്. പിക്ക് ഔട്ട് ദ റോങ്ലി സ്പെൽഡ് വേർഡ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് ഡെലിഗേറ്റ്. അതാണ് റോങ്ലി സ്പെൽഡ് ആയിട്ടുള്ളത്. ഇഫ് എ പേഴ്സൺ cannot be defeated, he is called an dash person. ആൻസർ ഓപ്ഷൻ ബി ആണ് ഇൻവിൻസിബിൾ. ഇഫ് എ പേഴ്സൺ cannot be defeated, he is called an invincible person. Which word is not a synonym of lazy? ആൻസർ ഓപ്ഷൻ ബി ആണ് incessant. Pick out the passive form of the sentence. Where did she hide the necklace? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് Where was the necklace hidden? അടുത്തത് മലയാളം ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. ഒറ്റപ്പദം എഴുതുക. അറിയാൻ ആഗ്രഹമുള്ള ആൾ. ആൻസർ ഓപ്ഷൻ സി ആണ് ജിജ്ഞാസു. തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കടവടുപ്പിക്കുക. പ്രാചി എന്ന വാക്കിന്റെ വിപരീത പദമായി വരുന്ന പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രതീചി. ശാരിക എന്ന വാക്കിന്റെ പര്യായമല്ലാത്ത പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ചകോരം. വീട് പ്ലസ് പണി ചേർത്തെഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ് വീടുപണി. കേമൻ പിരിച്ചെഴുതുക. ആൻസർ ഓപ്ഷൻ എ ആണ് കേമം പ്ലസ് അൻ. കർത്തൃ എന്ന പദത്തിന്റെ പുല്ലിംഗം എഴുതുക. ആൻസർ ഓപ്ഷൻ സി ആണ് കർത്താവ്. തമ്പി എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് തങ്ക. സാമാന്യ ലിംഗ ബഹുവചന രൂപമായ അവ എന്നതിന്റെ ഏകവചന രൂപം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അത്. അടുത്ത 20 ക്വസ്റ്റ്യൻസ് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. GK ഭാഗത്തു നിന്നും ഇംഗ്ലീഷ് ഭാഗത്തു നിന്നും മലയാളം ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.